നമസ്കാരം. ചരക്ക് കപ്പൽ MSC മുങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്ത വലിയ വാർത്തയാണ്. വളരെ ആശങ്കയാണ് കേരളത്തിൽ അത് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ചില സംശയങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ചരക്ക് കപ്പൽ ഒരു ഒരു ആസൂത്രിത മുക്കലായിരുന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം കേരളത്തെ തകർക്കാൻ വേണ്ടി, അല്ലെ കേരളത്തിന്റെ തീരപ്രദേശത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു എന്നുകൂടി സംശയിക്കണം. കാരണം ആ കണ്ടെയ്നറുകളിൽ മാരക വിഷങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ചില വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. വളരെ വലിയ അപകടമാണ്. തീരത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയ സ്ഫോടനവും തീപിടുത്തവും ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന, വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന, പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന രാസവസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു കണ്ടെയ്നറിൽ എന്ന് പറയുന്നു. അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, ബഹുഭൂരിപക്ഷം കണ്ടെയ്നറുകൾ, ഇപ്പോൾ ഒരുപാട് കണ്ടെയ്നറുകൾ ആ ഭാഗത്ത് പല ഭാഗത്തും തീരത്തടിഞ്ഞിട്ടുണ്ട്. അതൊക്കെ തുറന്നു കിടക്കുകയാണ്. അതിൻ്റെ ഉള്ളിലൊന്നും ഒന്നുമില്ല, കാലിയാണ്. ഇനി കാലി ആയതാണോ അല്ല രാസപദാർത്ഥങ്ങളോ മറ്റു കാര്യങ്ങളോ കടലിലേക്ക് ആയതാണോ എന്നിനി പരിശോധിച്ചേ പറ്റുള്ളൂ. ഈ കപ്പൽ ഇങ്ങനെ മുങ്ങുന്നതിന് പല സാഹചര്യങ്ങളുണ്ട്. ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടി കാലി കണ്ടെയ്നറും മറ്റു കാര്യങ്ങളും വെച്ചിട്ട് മുക്കുന്ന പരിപാടിയുണ്ട്. കപ്പൽ കമ്പനികളുടെ കുടിപ്പകകൾ വെച്ചുകൊണ്ട് മുക്കുന്ന പരിപാടിയുണ്ട്. ഇനി നമ്മുടെ വിഴിഞ്ഞം പോർട്ട് പൊന്തി വരാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പണിയെടുത്തതാണോ, ഇവിടെ സേഫ് അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താണോ എന്നും വേണമെങ്കിൽ സംശയിക്കാം. പക്ഷെ രണ്ടായാലും ഏറ്റവും സംശയം വളരെ മാരകമായ കുറെ വസ്തുക്കൾ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ്. ഇവിടെ പോലീസും എക്സൈസും അതുപോലെ കസ്റ്റംസും പ്രതിരോധ സംവിധാനങ്ങളും എല്ലാം വളരെ ജാഗ്രതത്തായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു കണ്ടെയ്നർ തീരത്തടിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് നിന്ന് ആൾക്കാരെ മാറ്റുന്നുണ്ട്. അതായത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്, അവർക്കറിയാം എന്തൊക്കെയോ ചില മാരകമായ ചില സംഭവങ്ങൾ നമ്മളോടെല്ലാം പറയാത്തതായിരിക്കാനാണ് സാധ്യത ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്ന ഈ ചരക്ക് കപ്പൽ കൃത്യമായി കേരള തീരത്തെത്തിയപ്പോൾ തന്നെ എങ്ങനെയാണ് മുങ്ങിയത് അതൊന്ന് അന്വേഷിക്കേണ്ടതാണ്. ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവരെ പിടിച്ചിട്ടുണ്ട്. എല്ലാവരും രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ഒന്ന് ചോദ്യം ചെയ്യണം. വെറുതെ മുങ്ങിയതാണ് എന്ന ഒരു ധാരണയിൽ വിട്ടാൽ പറ്റില്ല. കാരണം അതിനകത്തുള്ള സാധനങ്ങളും മാരക വിഷങ്ങൾ അടങ്ങിയിട്ടുള്ള കണ്ടെയ്നറുകളാകുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള തീരത്ത് വന്ന് മുക്കിയതാണോ എന്ന് കൂടെ ഒന്ന് പരിശോധിക്കട്ടെ. ഏതായാലും ഇൻഷുറൻസ് തുക കിട്ടും. കേരളത്തെ അങ്ങ് തകർത്തിട്ട് അല്ലെങ്കിൽ വിഴിഞ്ഞത്തെ തകർത്തിട്ട് അതല്ലെങ്കിൽ അതുപോലെ മറ്റാരെങ്കിലും ഒക്കെ തകർത്തിട്ട് ആകാം. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതൊരു വിദൂര സാധ്യതയാണ് ഞാൻ പറയുന്നത്. ഇന്ത്യയെ ശ്വാസം മുട്ടിക്കും അല്ലെങ്കിൽ കേരളത്തേക്ക് ശ്വാസം മുട്ടിക്കും എന്ന് പറഞ്ഞ ഒരു രാജ്യം തന്നെയുണ്ട്, പാകിസ്ഥാൻ. ഇനി അവരുടെ വല്ലതും കൈകൾ ഇതിനുള്ളിലുണ്ടോ എന്ന് പോലും സംശയിക്കുകയാണ് കേട്ടോ. ഇയാൾ എന്തിലും ഏതിനും സംശയിക്കാനുള്ളതെന്ന് പറയണ്ട, സംശയിക്കണം. കാരണം അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഏതായാലും ഇത് അപകടമാണ്. ഈ മാരക വസ്തുക്കൾ ഈ പറഞ്ഞതുപോലെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് കടലിൽ പരന്നിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഇനി കടലിലേക്ക് പോകുന്നവർക്ക് അത് വളരെ വലിയായിട്ട് ബാധിക്കും. ആ മീനുകൾ ഭക്ഷിക്കുമ്പോൾ അത് വളരെ ബാധിക്കും. പ്രത്യേകിച്ച് വള്ളത്തിലും ചെറിയ ബോട്ടുകളിലും ഒക്കെ പോയി മീൻ പിടിക്കുന്ന സാധാരണക്കാരുണ്ട്. അവരെയൊക്കെ ഇത് വളരെ വലിയ തോതിൽ ബാധിക്കും. പിന്നെ രാസവസ്തുക്കളും വിഷവും അതിന്റെ വിഷവാതകങ്ങളും ഒക്കെ ശ്വസിക്കുന്ന നാട്ടുകാർ, അവരും വലിയ പ്രശ്നത്തിലാകും. ഒരു നല്ലൊരു അന്വേഷണം, ഒരു വിശദമായ ഒരു അന്വേഷണം വേണം ഈ കപ്പൽ എങ്ങനെ മുങ്ങി എന്നുള്ളത്. ക്യാപ്റ്റനെ ചോദ്യം ചെയ്യണം. ജനങ്ങളുടെ ആശങ്ക അകറ്റണം. സത്യത്തിൽ ഇത് വെറുതെ നിസ്സാരമായി കളയേണ്ട ഒന്നല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. Different angles. Don't forget to subscribe and support this channel.